മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്ന ഭീകരജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ സിംഹവും പുലിയൊന്നുമല്ല, അത് കൊതുക. ഇനി അതിനേക്കാളും വലിയ ഒരു ഭീകരജീവി ഉണ്ട്. ഏതായാലും ഞാൻ 1 by 1 ആയിട്ട് പറയാം. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആനയാണ്. കണ്ട ആള് സാധുവൊക്കെയാണ്, പക്ഷേ അപകടകാരിയാണ്. അതിനെങ്ങാനും ദേഷ്യം പിടിച്ചാണ്ടല്ലോ 1 മണിക്കൂറിൽ 25 കിലോമീറ്റർ സ്പീഡിലങ്ങ് വന്നിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും. ചുരുങ്ങിയത് ഒരു 500 ആൾക്കാരെങ്കിലും ഒരു കൊല്ലം ആനയുടെ അക്രമത്തിൽ മരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മുതല, പ്രത്യേകതരം മുതലുണ്ട്, നൈൽ ക്രോക്കഡൈൽ. ഇതിന് 20 അടി വരെ നീളത്തിൽ വളരാൻ പറ്റും. ഇതിൻ്റെ കടിൻ്റെ ശക്തി 2 ടണ്ണ് വരെ. 2 ടണ്ണിൻ്റെ ലോറിയിൽ നിന്ന് കിട്ടില്ല, മാതിരി പവറിൽ ഈ മുതലക്ക് കടിക്കാൻ പറ്റും. ആന 500 ആളെ കൊല്ലുമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1000 ആളെ ഈ മുതല കൊല്ലുമെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊന്ന് ബോക്സ് ജെല്ലി ഫിഷാണ് പോലും. ഇത് കടലിൽ കാണുന്ന ഒരു വിഷജീവിയാണ്. ഇതെങ്ങാനും നമ്മൾ ആക്രമിച്ചാൽ നമ്മൾ മൊത്തം അങ്ങോട്ട് തളർന്നു പോകും, ഹൃദയം സ്റ്റോപ്പാവും കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ. കൃത്യമായ കണക്കൊന്നും ഇല്ലെങ്കിൽ 100 കണക്കിന് മനുഷ്യന്മാരെ ഇതും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഈ ജീവിയാണ്. നമ്മുടെയൊക്കെ പ്രദേശത്ത് ഇഷ്ടംപോലെ കാണുന്ന ജീവിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്നുള്ളതാണ് സത്യം. കാരണം മനുഷ്യനെ കൊല്ലുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളൊക്കെ ഒരു രോഗിയിൽ നിന്ന് വേറെ രോഗിയിലേക്ക് എത്തിച്ചിട്ട് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് കൊതുക്. അത് മലേറിയ, ഡെങ്കി, സിക്ക വൈറസ് അറിയാലോ. 7 ലക്ഷം ആൾക്കാരാണ് പോലും ഈ ജീവി കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്ന ജീവി. അത് വേറെ ആരുമല്ല, മനുഷ്യൻ തന്നെ. യുദ്ധങ്ങൾ കൊണ്ടും പരിസ്ഥിതി നശിപ്പിച്ചിട്ടും ഓരോ കൊല്ലും ഇവരൊക്കെ ആയിരങ്ങളാണെങ്കിൽ ഈ ജീവി കൊന്നുകൊണ്ടിരിക്കുന്നത് മില്യൺസ് ഓഫ് മനുഷ്യന്മാരെ. ഈ ഭീകരജീവിയെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും? പിന്നെ പാമ്പും പട്ടിയൊക്കെ ഉണ്ട്. അധികം നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവികളെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ജീവികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിസ്റ്റ് ചെയ്യാം.